വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കാഷ്വൽ ആണ്. ആദ്യം തന്നെ ഇത് വളരെ വൈറലായിട്ടുള്ള ഒരു പീസാണ്. പിന്നെ വലിയ മുഖമൊക്കെ ഉള്ളവർക്ക് ആ കമ്മൽ അതിനോട് കൂടി ചേർന്ന് കിടക്കും. ഇപ്പം എനിക്കൊരു മീഡിയം മുഖമാണോ ഉള്ളത്, എന്നാലും ഞാനൊന്ന് ശ്രദ്ധിച്ചൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അത് അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കമ്മൽ ഇത്രയും വലുതായ സ്ഥിതിക്ക് അത് ഒന്ന് എടുത്ത് നിൽക്കും. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു പീസാണ്. ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പീസാണ്. വളരെ വൈറലാണ്. പല സ്റ്റോഴ്സിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. സോ ഇതിൻ്റെ വിലയെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. ദെൻ നെക്സ്റ്റ് പീസ് വന്നിട്ട് പേൾ ഡീറ്റെയിലിംഗ് ഉള്ള വളരെ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള ഒരു പീസാണേ. അതിപ്പം 1 സെക്കൻഡ്. അതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ ക്യൂട്ടായിട്ടുള്ളൊരു പീസാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് ആ സിമ്പിൾ ക്യൂട്ട് പീസ്. നിങ്ങൾക്ക് ക്ലോസപ്പിൽ ഇതിങ്ങനെ കാണാം. യെസ്, സോ ക്യൂട്ടാണ്. ഓക്കെ, ദെൻ ഇത് ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്, എന്നാലും ഇതിപ്പോഴും സ്റ്റോക്കിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടാണ് ഞങ്ങളെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചത്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കളർ ഡ്രസ്സിൻ്റെ കൂടെ, ഏത് ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് പോകും. കൂടുതൽ വെസ്റ്റേൺ ആണ്, അല്ലെങ്കിൽ ടോപ്സ് ആൻഡ് ബോട്ടം അങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ജ്വല്ലറി പീസാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ദെൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പീസാണ് ഇതൊരാളുടെ മുഖം പോലെ തന്നെ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഇത്. ഇതിങ്ങനെ വരും. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ട്രസ്റ്റ് മീ. ഇതിപ്പോൾ ഇങ്ങനെ തോന്നുമെങ്കിലും ഇതിനോട് ചേർന്ന് കിടക്കും. കുറച്ചുകൂടെ ചേർന്ന് കിടന്നിട്ട് നമ്മളൊരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള, ഈവൻ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും നമുക്കതിന് കൂടുതലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു പീസാണിത്. ഒരാളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു അത് തന്നെയാണ് കേട്ടോ. നല്ല വർക്കാണ് ഇതിൻ്റെ. അതുപോലെ ഭയങ്കര ഡ്യൂറബിലിറ്റിയാണ്. നമുക്ക് മേടിച്ചതിന് വർത്തായിട്ട് തോന്നും. ഇതും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. ദെൻ ഇത് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ എല്ലാവരും അധികം കണ്ടിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അത് ഇൻസ്റ്റാ സ്റ്റോറുകളിലൊക്കെ ഉള്ളൊരു പീസാണ്. ട്രസ്റ്റ് മീ, ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ എനിക്ക് അതുപോലെ നല്ല വിലയിലും ഡ്യൂറബിളാന്ന് തോന്നിയത് കൊണ്ടും ട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയത് കൊണ്ടും ആയിരിക്കുമല്ലോ ഞാൻ അത് വാങ്ങിക്കുന്നത്. എനിക്ക് മാത്രമല്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് നെക്സ്റ്റ് പീസ്. ഇതാണ് ക്ലോസപ്പിൽ ഇതിങ്ങനെയാണ് കാണുന്നത്. സോ നമുക്കൊരു പനയോലയൊക്കെ ഓർമ്മ വരും അല്ലേ. സോ ഇതും അതെ, നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന നല്ലൊരു പീസാണ്. പിന്നെ ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം വലിയ നെക്ക് പീസ് ഒന്നും ഇടാൻ പോകരുത്. അപ്പോൾ അത് ഉള്ളത് കൂടി നമുക്കൊരു ആ കമ്മലിൻ്റെ ആ ലുക്ക് അങ്ങ് പോവും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു ഗോൾഡൻ വാച്ചിൻ്റെ കൂടെയും ഒരു ഗോൾഡൻ എന്താ പറയുക, ഒരു ഗോൾഡൻ ലുക്ക് തരും നമുക്ക്. ഈവൻ ഓണത്തിനും വിഷുവിനും പോലും നമുക്കിത് സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. സോ പിന്നെ ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒരെണ്ണമാണ്. ഇതെനിക്ക് തപ്പിയെടുത്ത ഒരു സാധനമാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, കാണുമ്പോൾ ഒരു ചങ്ങലയൊക്കെ എടുത്ത് തോന്നുമെങ്കിലും ഞാനിത് എൻ്റെ കാഷ്വലിൻ്റെ കൂടെ, അപ്പം ഞാൻ വാച്ച് കെട്ടാറില്ല, ഇങ്ങനെ ഞാൻ ഇത് ചെയ്ത് കൊടുക്കും. എത്ര നാളാണെന്നറിയോ ഡ്യൂറബിലിറ്റി വന്നത്? ഒത്തിരി നാൾ നിൽക്കും എന്നുള്ളതാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോർ നോക്കിയെടുക്കുക, അവിടെ റേറ്റിങ്ങും കമൻസും എല്ലാം നോക്കിയെടുക്കുക. അല്ലാതെ നമുക്ക് മീഷോയിൽ പറ്റത്തില്ല കേട്ടോ. എൻ്റെ കൈക്ക് ഇപ്പം ഇത്തിരി വലുതാണ്, പക്ഷേ ഇതിങ്ങനെ ഇരിക്കും. ഭയങ്കര ഭംഗിയാണ്. നമുക്കത് പാർട്ടി വെയർ ആയിട്ടും ഈവൻ എത്നിക് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ കയ്യിൽ ഒരു വാച്ച് കിടക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ്. ദെൻ ഇങ്ങനെ വരും കേട്ടോ. അറ്റത്തൊരു പേൾ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ പീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പീസ് മാത്രം ഇഷ്ടപ്പെടുന്ന, ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലത്തെ പീസ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും കൂടി കേട്ടോ ഞാനിത് ഇടുന്നത്. എല്ലാത്തിൻ്റെയും കോഡും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം ആസ് യൂഷ്വൽ. സോ ഒരു ദിവസം നേർന്നുകൊണ്ട്
ബൈ.